ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ദി ഗോൾഡൻ ജാറിലേക്ക് സ്വാഗതം. നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഒരു ബോട്ടിൽ പെയിൻറ്റിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു മൂങ്ങയുടെ ചിത്രമാണ് ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് രസകരമായ വിവരങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം ഒരു പരന്ന സർഫസുള്ള ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കുറച്ച് പരന്ന സർഫസ് ആണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പറിൽ ഒരു മൂങ്ങയുടെ ചിത്രം വരച്ച് അത് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബോട്ടിലേക്ക്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു ആഫ്രിക്കൻ ലേഡിയുടെ ബോട്ടിൽ ചെയ്ത സമയത്ത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണ് ട്രേസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ കാർഡ് മുകളിൽ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഞാൻ പെയിൻറ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം അക്രൈലിക് കളേഴ്സാണ്. പിന്നെ ഇവിടെ നമ്മുടെ ബോട്ടിലിൽ ഫസ്റ്റ് വരയ്ക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത് CD മാർക്കറാണ്. പിന്നെ ഈ ബോട്ടിലിൽ ലാസ്റ്റ് ഞാൻ 2 കോട്ട് വാർണിഷും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ പെയിൻറ്റിങ്ങിനെ പറ്റി പറയാൻ. ഇനി നമുക്ക് മൂങ്ങയെക്കുറിച്ചുള്ള കുറച്ച് രസകരമായ വിവരങ്ങൾ പറയാം. മൂങ്ങ എന്നൊക്കെ കേൾക്കുമ്പോൾ 2 ഉണ്ട കണ്ണൊക്കെ തുറച്ച് നമ്മളെ നോക്കി പേടിപ്പിക്കുന്ന ഒരു മൂങ്ങയല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? എൻ്റെ മനസ്സിലും മൂങ്ങ എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു രൂപം തന്നെയാണ്. ഈ മൂങ്ങകൾ പൊതുവെ നോക്ടൂണൽസ് ആണെന്നാണല്ലോ പറയുക. അതായത് അവർ കൂടുതലും രാത്രിയിൽ ആക്റ്റീവായിരിക്കുന്നവരാണ്. പക്ഷേ എല്ലാ മൂങ്ങകളും രാത്രിയിൽ മാത്രം ഇരപിടിക്കുന്നവരല്ല. മൂങ്ങകൾക്ക് 3 വ്യത്യസ്ത നിറത്തിലുള്ള കണ്ണുകളാണുള്ളത്. ഏതാണ്ട് നമ്മുടെ ചുറ്റും 200ഓളം വ്യത്യസ്ത സ്പീഷീസിലുള്ള മൂങ്ങകളുണ്ട്. അവയെ തന്നെ നമ്മൾ 2 കുടുംബങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ടിപ്പിക്കൽ ഓൾ, അതായത് ട്രൂ ഓൾ എന്ന് പറയും, നമ്മുടെ സാധാരണ മൂങ്ങകൾ. പിന്നെ ഒന്നുള്ളത് ബാൺ ഓൾസ് എന്നാണ് പറയുക. അതായത് നമ്മൾ ചില ചിത്രങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അവയുടെ ഫേസിന് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പായിരിക്കും. അങ്ങനെയുള്ള ഓളുണ്ട്. പക്ഷെ നമ്മുടെ ട്രൂ ഓൾ അല്ലെങ്കിൽ ടിപ്പിക്കൽ ഓൾ ഫാമിലിയിലാണ് കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത്. ഏതാണ്ട് 220ഓളം വ്യത്യസ്ത മൂങ്ങകൾ അതിലുണ്ട്. ഈ ബാൺ ഓളിലാണെങ്കിൽ ഏകദേശം 18ഓളം മൂങ്ങകൾ വ്യത്യസ്ത ഇനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവയുടെ കണ്ണുകൾ നോക്കാം നമുക്ക്. 3 വ്യത്യസ്ത നിറങ്ങളിലുള്ള കണ്ണുകളാണ് ഇവയ്ക്കുള്ളത്. അതിൽ നല്ല ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള കണ്ണുകളുള്ളവയാണ് രാത്രി മാത്രം ഇരപിടിക്കുന്നവർ. ഒരു ഓറഞ്ച് അല്ലെങ്കിൽ തവിട്ട് നിറം അങ്ങനെയൊക്കെയുള്ള കണ്ണുകളുള്ളവർ സന്ധ്യാസമയങ്ങളിൽ മാത്രമേ ഇരപിടിക്കാറുള്ളൂ അത്രേ. അതുപോലെ മഞ്ഞ നിറത്തിലുള്ള കണ്ണുകളാണെങ്കിൽ അങ്ങനെയുള്ള മൂങ്ങകൾ പകൽ സമയങ്ങളിൽ മാത്രമേ ഇരപിടിക്കാറുള്ളൂ. അപ്പം ഇനി എപ്പോഴെങ്കിലും നിങ്ങളൊരു മൂങ്ങയെ കാണുകയാണെങ്കിൽ അതിൻ്റെ കണ്ണിൻ്റെ നിറം നോക്കി അത് ഏത് സമയത്താണ് ആക്റ്റീവാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാണാൻ വലിയ ഉണ്ട കണ്ണൊക്കെ ആണെങ്കിലും നമ്മുടെ മൂങ്ങകൾക്ക് നമ്മളെപ്പോലെ റൗണ്ട് ആകൃതിയിലുള്ള കണ്ണുകളല്ല. അവയുടെ കണ്ണിനൊരു ട്യൂബിൻ്റെ ആകൃതിയാണത്രേ. അപ്പോൾ അങ്ങനെയുള്ള ആകൃതി ആയത് കാരണം മൂങ്ങകൾക്ക് അവയുടെ കണ്ണ് ഇങ്ങനെ ചുറ്റും ചലിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് അവ ചുറ്റുമുള്ളതൊക്കെ കാണുക? അതിനു പകരം അവയ്ക്ക് അവയുടെ കഴുത്ത് 270 ഡിഗ്രി വരെ തിരിക്കാൻ പറ്റും. അങ്ങനെ കഴുത്ത് മൊത്തത്തിൽ തിരിച്ചിട്ടാണ് അവർ ബാക്കിലുള്ള കാര്യങ്ങളെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ട്യൂബുലർ ആകൃതി ആയത് കാരണം അവയ്ക്ക് വളരെ ദൂരെയുള്ള എന്തും നല്ല കൃത്യമായി അറിയാൻ കഴിയുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ മൂങ്ങകൾ പറക്കുന്നത് വളരെ സ്ലോ ആയിട്ടും അതുപോലെ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണെന്നാണ് പറയുന്നത്. അതായത് അവ വന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല.
പറഞ്ഞ് എൻ്റെ ബോട്ടിൽ പെയിൻറ്റിങ് ഇവിടെ തീർന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും പുതിയൊരു അറിവായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്